പ്രൈസ് ദ ലോർഡ്. ഈ വലിയ നോയമ്പിൻ്റെ സമയത്ത് നമുക്കും ജീവനുള്ളവരുടെ ദേശത്ത് ആയിരിക്കാൻ തക്കവണ്ണം ഒരു ദൈവം സഹായിച്ച കൃപകൾക്കായിട്ട് സ്തോത്രം. ഇന്നത്തെ തിരുവചന ഭാഗം മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 14 മുതൽ 30 വരെ. ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ ദാസന്മാരെ വിളിച്ച് തൻ്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു. ഒരുവന് 5 താലന്ത്, ഒരുവന് 2, ഒരുവന് 1, ഇങ്ങനെ ഓരോരുത്തന് അവനവൻ്റെ പ്രാപ്തി പോലെ കൊടുത്തു യാത്ര പുറപ്പെട്ടു. 5 താലന്ത് ലഭിച്ചവൻ ഉടനെ ചെന്ന് വ്യാപാരം ചെയ്തു വേറെ 5 താലന്ത് സമ്പാദിച്ചു. അങ്ങനെ തന്നെ 2 താലന്ത് ലഭിച്ചവൻ വേറെ 2 നേടി. 1 ലഭിച്ചവനോ പോയി നിലത്തു ഒരു കുഴി കുഴിച്ചു യജമാനൻ്റെ ദ്രവ്യം മറച്ചു വെച്ചു. വളരെ കാലം കഴിഞ്ഞ ശേഷം ആ ദാസന്മാരുടെ യജമാനൻ വന്നു അവരുമായി കണക്ക് തീർത്തു. 5 താലന്ത് ലഭിച്ചവൻ അടുക്ക വന്നു വേറെ 5 കൂടെ കൊണ്ടുവന്നു. യജമാനനെ 5 താലന്തല്ലോ എന്നെ ഏൽപ്പിച്ചത്, ഞാൻ 5 കൂടെ നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് യജമാനൻ, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും. നിന്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് അവനോട് പറഞ്ഞു. 2 താലന്ത് ലഭിച്ചവനും അടുക്ക വന്നു. യജമാനനെ, 2 താലന്തല്ലോ എന്നെ ഏൽപ്പിച്ചത്, ഞാൻ 2 താലന്ത് കൂടെ നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് യജമാനൻ, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും. നിന്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് അവനോട് പറഞ്ഞു. 1 താലന്ത് ലഭിച്ചവനും അടുക്ക വന്നു. യജമാനനെ, നീ വിതയ്ക്കാത്തിടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തിടത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ എന്ന് ഞാൻ അറിഞ്ഞ് ഭയപ്പെട്ട് ചെന്നു നിന്റെ താലന്ത് നിലത്ത് മറച്ചു വെച്ചു. നിന്റേതിതാ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. അതിന് യജമാനൻ ഉത്തരം പറഞ്ഞത്, ദുഷ്ടനും മടിയനുമായ ദാസനെ, ഞാൻ വിതയ്ക്കാത്തിടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തിടത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്നവൻ എന്ന് നീ അറിഞ്ഞുവല്ലോ. നീ എൻ്റെ ദ്രവ്യം പൊൻപാണിപ്പക്കാരെ ഏൽപ്പിക്കേണ്ടിയിരുന്നു. എന്നാൽ ഞാൻ വന്നു എൻ്റേത് പലിശയോടുകൂടെ വാങ്ങിക്കൊള്ളുമായിരുന്നു. ആ താലന്ത് അവൻ്റെ പക്കൽ നിന്ന് എടുത്ത് 10 താലന്തുള്ളവന് കൊടുപ്പീൻ. അങ്ങനെ ഉള്ളവനും ഏവനും ലഭിക്കും, അവന് സമൃദ്ധിയും ഉണ്ടാകും. ഇല്ലാത്തവനോടോ ഉള്ളതും കൂടെ എടുത്തു കളയും. എന്നാൽ കൊള്ളരുതാത്ത ദാസനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളവീൻ. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. ഈ ഭാഗത്തെ അടിസ്ഥാനമാക്കി നമുക്ക് നമ്മുടെ ചിന്തയിലേക്ക് പ്രവേശിക്കാം. 5 താലന്ത് ലഭിച്ചവൻ അതുകൊണ്ട് അധ്വാനിച്ച് വേറെ 5 കൂടെ നേടിയിട്ട് യജമാനനെ തിരിച്ചേൽപ്പിച്ചു. അതുപോലെ തന്നെ 2 താലന്ത് ലഭിച്ചവനും അവൻ അതുകൊണ്ട് അടങ്ങിയിരിക്കാതെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വേറെ 2 കൂടെ നേടിയിട്ട് യജമാനനെ ഏൽപ്പിച്ചു. പക്ഷേ 1 ലഭിച്ചവനോ അത് കൊണ്ടുചെന്ന് കുഴിച്ചിട്ടിട്ട് യജമാനൻ വന്ന് ചോദിച്ചപ്പോൾ, യജമാനെ, നീ വിതയ്ക്കാത്തിടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തിടത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യനെന്ന് ഞാൻ അറിഞ്ഞ് നിന്റെ ദ്രവ്യം കുഴിച്ചിട്ടു, അതിതാ എടുത്തുകൊള്ളുക എന്ന് തിരിച്ചേൽപ്പിച്ചു. അവനെ പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളഞ്ഞുവെന്ന് നാം കാണുന്നുവല്ലോ. നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ താലന്തുകൾ ദൈവം നൽകിയിട്ടുണ്ട്. നമ്മുടെ ആരോഗ്യം, ബലം, ജീവിതം, ജോലി, ഇതൊക്കെയാണ് നമ്മുടെ താലന്തുകൾ. അതിനെ നമ്മൾ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തി നമുക്ക് ഇല്ലാത്തതിനെ ഓർത്ത് വ്യാകുലപ്പെടുകയല്ല വേണ്ടത്. കിട്ടിയതിനെ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തി ഉപയോഗിക്കുകയാണ് വേണ്ടത്. എനിക്ക് ചിത്രയെപ്പോലെ പാടാൻ പറ്റുമോ? ഇല്ല. എനിക്ക് ശോഭനയെപ്പോലെ ഭരതനാട്യം കളിക്കാൻ പറ്റുമോ? ഒട്ടുമൊക്കത്തില്ല. മറ്റുള്ളവരെ നോക്കി അവരുമായി താരതമ്യം ചെയ്യാതെ അവരവരുടെ കുറവുകളെ നമ്മൾ ഏറ്റുപറഞ്ഞ് നമ്മുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. കുഞ്ഞുങ്ങളെ നോക്കിയിട്ട് അപ്പുറവും നോക്കിയിട്ട് കുഞ്ഞുങ്ങളെ അവർക്ക് A+ കിട്ടിയിട്ടുണ്ട്, നിനക്കെന്താ കിട്ടാത്തത് എന്ന് പറയാതെ അവരുടെ കഴിവുകളെ അവർക്ക് കിട്ടിയ കഴിവുകളെ നമ്മൾ പ്രോത്സാഹിപ്പിച്ച് കുഞ്ഞുങ്ങളെ മിടുക്കരായിട്ട് വളർത്തിയെടുക്കുക ചെയ്യേണ്ടത്. ചുങ്കക്കാരനായ സക്കായി, ഞാൻ ആളിൽ കുറുകിയവനായി എനിക്ക് യേശുവിനെ കാണാൻ പറ്റത്തില്ലെന്ന് വിചാരിച്ച് പ്രയാസപ്പെട്ടിരിക്കാതെ അവൻ കാട്ടത്തിമേൽ കയറി യേശു അടുക്ക വന്ന് അത്തിയുടെ മുകളിലേക്ക് നോക്കി, സക്കായി, നീ വേഗം ഇറങ്ങി വാ, ഇന്ന് ഞാൻ നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞു. 12 വർഷമായിട്ട് രക്തസ്രവമുള്ള സ്ത്രീ, അവൾക്ക് യേശുവിൻ്റെ വിശ്വാസത്താൽ അവളുടെ യേശുവിൻ്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ സൗഖ്യം പ്രാപിക്കുന്നുള്ള വിശ്വാസത്തോടു കൂടി അവൾ തിക്കിൻ്റെ തിരക്കിൻ്റെ ഇടയ്ക്ക് ചെന്ന് യേശുവിനെ തൊട്ട് സൗഖ്യം പ്രാപിച്ചു.
4 ആൾ ചുമന്നുകൊണ്ട് വന്ന പക്ഷവാതക്കാരന് അവന് സുഖമില്ലാഞ്ഞിട്ടും അവരുടെ വിശ്വാസം കണ്ടിട്ട് യേശു അവനെ, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു, നീ എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കുക എന്ന് പറഞ്ഞവനെ സൗഖ്യമുള്ളവനായി വിട്ടയച്ചു. ഇതുപോലെ നമുക്കും അവരുടെ വിശ്വാസത്തോടു കൂടി, നമുക്കും കർത്താവിൻ്റെ ഉറച്ച വിശ്വാസത്തോടു കൂടി ജീവിക്കാൻ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. കൊടുക്കും തോറും ഏറിടും, വിദ്യ തന്നെ ധനം. ഈ വാക്കുകളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.